മോളിക്കുട്ടി വണ്ടി നിർത്ത്. അങ്ങനെ ഒരു നോട്ടീസ് അവളുടെ മുമ്പിലെത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? എനിക്കത് ആലോചിക്കാൻ കൂടെ ആവുന്നില്ല സിനി. അവരങ്ങനൊന്നും ചെയ്യില്ലെന്നേ. ഇനി ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇലത്തുമ്പി നിൽക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ എനിക്ക്. ഇലയൊന്നും അനങ്ങിയ എല്ലാം തീരും. ഒരർത്ഥത്തിൽ സിതാര ശ്രീനിവാസിന് ഇത് വലിയൊരു തിരിച്ചടിയാ. പണം കൊണ്ട് എന്നും വാങ്ങാന്ന് തോന്നിയതിലുള്ള തിരിച്ചടി. തോൽക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷെ ഇതെന്റെ മകളല്ലേ. മോളിക്കുട്ടി, നീ നവീനെ കണ്ടോ? നീ സ്വപ്നം കാണുന്നിടത്തൊന്നും എനിക്ക് പ്രവേശനമില്ലല്ലോ. അയ്യോ, സ്വപ്നല്ല, ശരിക്കും കണ്ടോന്നാ ചോദിച്ചേ. ശരിക്കും കണ്ടോന്നോ? ഇല്ല. പക്ഷെ ഞാൻ കണ്ടു. നവീൻ വളരെ വേഗത്തില് എവിടേക്കും നടന്നു പോകുന്നതാ കണ്ടത്. ഒന്ന് നിർത്തുന്നുണ്ടോ കൃഷ്ണേ? ആരെ കണ്ടാലും നവീനെ കണ്ടെന്നാ തോന്നുക. എന്നിട്ടെന്താ കണ്ടപ്പോ തന്നെ നീ ഓടിച്ചെല്ലാതിരുന്നത്? എടി, നീ കളിയാക്കണ്ട. അത് നവീൻ തന്നെയാ. പക്ഷേ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നുമില്ല. നീയേ ഒന്ന് വണ്ടി നിർത്തിയേ. കൃഷ്ണേ, വണ്ടി നിർത്തും മോളിക്കുട്ടി. എന്താ കണ്ടോ? ഇല്ല, പക്ഷേ നടന്നു വന്ന ഇങ്ങോട്ട് തന്നെയാ. എന്റെ പൊന്നു മോളെ, അതൊക്കെ നിന്റെ തോന്നൽ തന്നെയാ. അല്ല മോളിക്കുട്ടി, അത് വെറും തോന്നലല്ല. നവീന്റെ കാര്യത്തില് എനിക്ക് അങ്ങനെ തെറ്റ് പറ്റാറില്ല. ശരി, ഇനി നവീൻ തന്നെ വരിക. നവീന്റെ മുമ്പിലേക്ക് ഇപ്പൊ ചെന്നിട്ട് എന്താ പ്രയോജനം? ഒഴിഞ്ഞു നിൽക്കാനോ അതോ പേടിച്ചു നിൽക്കാനോ? നീ എന്തായാലും നവീന്റെ മുമ്പിലേക്ക് പോകുന്നില്ലല്ലോ. നീ വന്ന് വണ്ടി കയറി കൃഷ്ണനെ, പോവാം. ആ, നീ ചോദിച്ചാലും കാര്യണ്ട്. നവീനാണെന്ന് തിരിച്ചറിഞ്ഞ തന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വാ, നമുക്ക് പോവാം. നീ വെറുതെ ടെൻഷൻ ആവണ്ട. നിന്റെ തോന്നൽ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. മോളിക്കുട്ടി, എന്താടി? വണ്ടി നിർത്തിയേ. എന്തു പറ്റി? അത് നവീൻ തന്നെയാ. എനിക്ക് നവീനെ കണ്ടേ പറ്റൂ. കൃഷ്ണേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ വരുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവും. നിന്നോട് വണ്ടി വളയ്ക്കാനാ പറഞ്ഞ. എന്തൊക്കെയാ നീ പറയുന്നേ? നീ വണ്ടി തിരിക്ക്. മോളിക്കുട്ടി, വണ്ടി നിർത്ത്.
നവീൻ കണ്ണു തുറക്ക് നവീൻ. നവീൻ കണ്ണു തുറക്ക് നവീൻ. നവീൻ മോളിക്കുട്ടി ഓട്ടോറിക്ഷ എടുക്ക്. നമുക്ക് നവീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേഗം വാ. ശരി. നവീൻ നവീൻ കണ്ണു തുറക്ക് നവീൻ. നവീൻ ഈശ്വര. മോളിക്കുട്ടി മോളിക്കുട്ടി ഒന്ന് പെട്ടെന്ന് പോ. നവീൻ 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 കണ്ണു കൃഷ്ണ ഇവിടെ തുറക്ക്. അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് പോട്ടെ. പെട്ടെന്ന് പോ. നവീൻ കണ്ണു തുറക്ക് നവീൻ. നവീൻ നവീൻ കണ്ണു തുറക്ക് നവീൻ. അതെ, ഒരാള് ബോധം കെട്ടി കിടക്കുക. നവീൻ മോളെ മോളെ എന്താ നവീന് സംഭവിച്ചേ? എവിടെ വെച്ചാ മോള് നവീനെ കണ്ടേ? ഇപ്പതാ ഇവിടെ അടുത്ത റോഡിൽ വെച്ച്. നവീൻ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കായിരുന്നു. വണ്ടിയുടെ ഇടയിൽ കൂടെ ഒരു വണ്ടി തട്ടി ബോധം പോയെന്നാ തോന്നുന്നത്. ദൈവമേ. അച്ഛനോ? അച്ഛാ, മാണിക്കുഞ്ഞെ, നവീൻ റോഡിൽ ബോധം കെട്ടു വീണു. ഇവരെ വണ്ടിയിൽ കൊണ്ടുവന്നേ. അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഥപടങ്ങനെ ഇവിടെ വന്നു, അതും ഈ മോളിക്കുട്ടിയുടെ വണ്ടിയില്. അത് അന്വേഷിക്കലാണോ ഇപ്പോഴത്തെ കാര്യം? താൻ വാ, പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കാര്യം തിരക്കാം. വാ. ആ കൃഷ്ണ, നമുക്ക് പോവാം. നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. നവീൻ ഈ അവസ്ഥയിൽ കണ്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല മോളിക്കുട്ടി. അത് കൃഷ്ണൻ ഒന്നും ഇല്ലാതെയല്ലോ എന്റെ മനസ്സിൽ ഈശ്വരൻ എന്തൊക്കെ കാണിച്ചു തന്നത്. നീ വന്നേ, വാ. കുറച്ചു സമയം ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആക്സിഡന്റിൽ എനിക്ക് എന്തെങ്കിലും? ഏയ് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അത് സംഭവിച്ചതിന്റെ ഷോക്കിൽ വീണുപോയതാന്ന് തോന്നുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാം. നോ അതർ ഇഷ്യൂസ്. താങ്ക് യു ഡോക്ടർ.